ഹലോ ഫ്രണ്ട്സ്, നിസ്സാര കാര്യങ്ങളിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാറുണ്ടോ? ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മളിൽ പലരും ജീവിതത്തിൽ പലപ്പോഴും ചെറിയ കാര്യങ്ങൾ പോലും അമിതമായി ആശങ്കപ്പെടുകയും ടെൻഷൻ അനുഭവിക്കുകയും ചെയ്യാറുണ്ട്. ഒരു മെസ്സേജിന് മറുപടി വൈകിയാൽ, ട്രാഫിക്കിൽ കുടുങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും അത് വലിയൊരു ലോകാവസാനമായി കണ്ടു തോന്നുന്ന എത്ര പേരുണ്ട് ഇവിടെ. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇത് വളരെ സാധാരണമായ ഒരു മാനസികാവസ്ഥയാണ്. എന്നാൽ ഈ ചെറിയ ടെൻഷനുകൾ പതിയെ പതിയെ നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും കവർന്നെടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ നിസ്സാര കാര്യങ്ങൾ നമ്മളെ അമിതമായി ബാധിക്കുന്നു? അവിടെ തുടങ്ങും. ചിലപ്പോൾ നമ്മുടെ ബോധകാല അനുഭവങ്ങൾ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ എന്നിവയ്ക്ക് ഇതിന് കാരണമാകാം. ഇന്ന് എല്ലാ കാര്യവും പെർഫെക്ഷൻ ആവണമെന്ന് നമ്മൾ വാശി പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒരു ചെറിയ വ്യതിയാനങ്ങൾ പോലും നമ്മൾ അസ്വസ്ഥരാക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ നിസ്സാര ടെൻഷനുകളെ എങ്ങനെ നേരിടാമെന്ന്? ഈ സാഹചര്യങ്ങൾ ആരോഗ്യപരമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് വഴികളുണ്ട്. തിരിച്ചറിയുക, അംഗീകരിക്കുക, അത് ആദ്യം മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ നിസ്സാര കാര്യത്തിന് ടെൻഷൻ അടിക്കുമെന്ന് തിരിച്ചറിയുക. ഓക്കെ, എനിക്കിപ്പോൾ ടെൻഷനുണ്ട്, അത് സ്വാഭാവികമാണ് എന്ന് സ്വയം പറയുക. നിങ്ങളുടെ വികാരങ്ങൾ അംഗീകരിക്കുക, അല്ലാതെ അതിനെ അടിച്ചമർത്താൻ നോക്കരുത്. ടെൻഷൻ ഉണ്ടാക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് യഥാർത്ഥ ബോധത്തോടെ ചിന്തിക്കുക. ഈ പ്രശ്നം യഥാർത്ഥത്തിൽ എത്ര വലുതാണ്? ഇത് എൻ്റെ ജീവിതത്തെ ദീർഘകാലത്തേക്ക് ബാധിക്കുമെന്ന് സ്വയം ചോദിക്കുക. പലപ്പോഴും അമിതമായി ചിന്തിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. ഈ ടെൻഷൻ പാട്ടുകൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വർത്തമാനകാലത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നതാണ്. കഴിഞ്ഞതിനെക്കുറിച്ചോ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചോ ആലോചിച്ച് വിഷമിക്കാതെ ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക. ചുറ്റുമുള്ള കാഴ്ചകളിലും ശബ്ദങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനസ്സിനെ ശാന്തമാക്കുക. നമുക്കറിയാം, ഈ ലോകത്ത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ വിട്ടുകളയുക. ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ട്രാഫിക് ബ്ലോക്ക് നമ്മുടെ നിയന്ത്രണത്തിലല്ല. മറ്റൊരാളുടെ പ്രതികരണം, അതും നമ്മുടെ നിയന്ത്രണത്തിലല്ല. നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ലാത്തവയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തുമാവട്ടെ, ഇടവേളകൾ അത്യാവശ്യമാണ്. ടെൻഷൻ കൂടുന്നെന്ന് തോന്നുമ്പോൾ ചെയ്യുന്ന ജോലിയിൽ ഒരു ചെറിയ ഇടവേള എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ജനലിൻ്റെ അടുത്ത് പോയി പുറത്തേക്ക് നോക്കുക, അല്ലെങ്കിൽ 5 മിനിറ്റ് ധ്യാനിക്കുക. ആശയവിനിമയം നടത്തുക. നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്ന ഒരാളോട് സംസാരിക്കുന്നത് ആശ്വാസം നൽകും. നിങ്ങളുടെ വികാരങ്ങളെയും നിങ്ങളുടെ വിഷമങ്ങളെയും മനസ്സിലാക്കുന്ന ഒരാളെ കണ്ടെത്തുക. അത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളാവാം, നിങ്ങളുടെ ഫ്രണ്ട്സിലാവാം, നിങ്ങളുടെ കൊളീഗ്സ് ആവാം, അങ്ങനെ ആരായിക്കോട്ടെ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ടെൻഷൻ പകുതി കുറയും. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിസ്സാര കാര്യവും നിങ്ങൾ അർഹിക്കുന്നതിലും വലിയ പ്രാധാന്യം അർഹിക്കുന്നില്ല. നിങ്ങളുടെ സമാധാനത്തിലും സന്തോഷത്തിലും വില കൽപ്പിക്കുന്നവരാകുക. ചെറിയ കാര്യങ്ങളെ അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് കാണാൻ പഠിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുക. അനാവശ്യമായ ആശങ്കകളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ഓർക്കുക, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ചെറിയൊരു ഇടവേള മാത്രമാണ് നമ്മുടെ ജീവിതം, ടെൻഷൻ അടിച്ചിരിക്കാനുള്ളതല്ല. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള മോട്ടിവേഷൻ സ്പീച്ചും ഈ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്